നോമ്പ് നോമ്പ് വലിയ നോമ്പ് നമ്മെ ദൈവമക്കളാക്കിനാൻ മനുഷ്യനായി പിറന്നവൻ കുരിശിലേറിയാകമായി ഓർത്തിടാമീ നോമ്പതിൽ പാപത്തെ വെറുത്തിടാ പുണ്യപാതെ പോയിടാ നന്മകൾ ശീലിച്ചിടാ യേശു മക്കളായിടാ നോമ്പ് നോമ്പ് വലിയ നോമ്പ് 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 വലിയ നോമ്പ്. നോമ്പുകാല ധ്യാന വിഷയമായി വിശുദ്ധ ഈശോയുടെ ഗത്സമനയിലെ പ്രാർത്ഥനയെക്കുറിച്ച് എഴുതിയ ചില ചിന്തകളാണ് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. 3 പ്രാവശ്യമായിട്ടാണ് ഈശോ ഗത്സമനയിലെ പ്രാർത്ഥന നടത്തുന്നതായി വിശുദ്ധ പാദ്രപിയോ കാണുന്നത്. ശിഷ്യന്മാരുമൊത്ത് ഗത്സമനയിൽ എത്തുമ്പോൾ ശത്രുവിനെതിരെ വീഴാതിരിക്കാൻ പ്രാർത്ഥിക്കുവാനെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ആദ്യത്തെ പ്രാർത്ഥനയിൽ കടക്കുന്നു. കമിഴ്ന്നു വീണ് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ പീഡാനുഭവത്തിൽ ഈശോ ശരീരത്തിൽ സഹിക്കാനിരിക്കുന്ന എല്ലാ വേദനകളും അപമാനവും നിന്ദനയും ഈശോ അതിന്റെ പൂർണ്ണതയിൽ കാണുന്നു. സഹനത്തിന്റെ ആ വലിയ സാഗരം കണ്ട് ഈശോയുടെ മനുഷ്യത്വം വിറകൊള്ളുന്നു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്ന് ഈശോ പിതാവിനോട് ദയനീയമായി കരയുന്നു. എന്നാൽ ദൈവനീതിയോടുള്ള ഈശോയുടെ സ്നേഹജ്വാലയുടെ തീക്ഷ്ണതയാൽ ഈശോ എന്നാൽ എന്റെ ഇഷ്ടമല്ല പിതാവേ, അങ്ങേ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ അതീവ ദുഃഖത്തിൽ, മരണത്തോളമുള്ള ദുഃഖത്തിൽ തന്റെ ഏറ്റവും അടുത്ത സ്നേഹിതന്മാരെങ്കിലും തന്നോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് ഈശോ അവരെ കാണാനെത്തുമ്പോൾ അവർ ഉറങ്ങുകയായിരുന്നു. അവർക്ക് ഈശോയെ ആശ്വസിപ്പിക്കാനായില്ല. എന്നാൽ ഈശോയെ സ്നേഹിച്ച വിശുദ്ധന്മാരും രക്തസാക്ഷികളും പഞ്ചശതമേറ്റവരും ഈശോയുടെ പീഡാനുഭവത്തെയാണ് ആത്മാർത്ഥ സ്നേഹത്തോടെ നിറവേറ്റിവരും. അവരാണ് ഈശോയെ അപ്പോൾ ആശ്വസിപ്പിച്ചത്. നമുക്കും ഈശോയുടെ യഥാർത്ഥ ആശ്വാസകരാകാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. 2ാം പ്രാവശ്യം ഈശോ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ മുമ്പിൽ ലോകപാപം വികൃതമായി നിൽക്കുന്നു. ലോകത്തിന്റെ മുഴുവൻ ചെറുതും വലുതുമായ ഏറ്റവും മ്ലേച്ഛകരമായ പാപങ്ങൾ. ഈശോയുടെ നീതിസ്വരൂപമായ ദൈവത്വത്തിന് ആ പാപത്തെ ഏൽക്കാൻ അറപ്പും അമർഷവും തോന്നുന്നു. ഈശോയുടെ പരിപാവനത പാപത്തെ എതിർക്കുന്നു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ എന്ന് ഈശോ നിലവിളിക്കുമ്പോൾ കൂടുതൽ മെച്ചപ്പെട്ടത് തിരഞ്ഞെടുത്ത് ഈശോ എന്നാൽ എന്റെ ഇഷ്ടമല്ല പിതാവേ, അങ്ങേ ഇഷ്ടം നിറവേറട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഒരല്പ ആശ്വാസം തേടി വീണ്ടും ശിഷ്യന്മാരെ കാണാൻ പോകുമ്പോൾ അവർ വീണ്ടും ഉറങ്ങുകയായിരുന്നു. എന്നാൽ അവിടുന്ന് അവരുടെ ബലഹീനതയെ മനസ്സിലാക്കി ഒന്നും പറയാതെ നിശബ്ദനായി പ്രാർത്ഥിക്കാൻ മടങ്ങുന്നു. 3ാം പ്രാവശ്യം പ്രാർത്ഥനയിൽ ലോകപാപത്തിന്റെ പരിവേഷമാണിപ്പോൾ ഈശോ. പിതാവായ ദൈവത്തിന് ഈശോയെ കാണാൻ സാധിക്കുന്നില്ല. പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അഭാവം ഈശോയെ വീഴ്ത്തുന്നു. ഈശോ മുഖം കുത്തി വീഴുമ്പോൾ ഈശോ രക്തം വിയർക്കുന്നു. ഈ പാനപാത്രം ഞാൻ കുടിക്കാതെ കടന്നു പോകാൻ പാടില്ല എന്നാണ് അങ്ങേ ആഗ്രഹമെങ്കിൽ അങ്ങേ ഇഷ്ടം നിറവേറട്ടെ എന്ന് ഈശോ പ്രാർത്ഥിക്കുന്നു. സമാധാന ദൂതൻ വരുന്നു. ഈശോയെ വണങ്ങി ഈശോയുടെ ദൗത്യ നിർവഹണത്തിന് സമാധാനിപ്പിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഈശോ ധൈര്യത്തോടെയാണ് നമ്മൾ പിന്നീട് ഈശോയെ കാണുന്നത്. നേരത്തെ കണ്ട മനുഷ്യത്വത്തിന്റെ പേടിയും ദൈവത്വത്തിന്റെ പാപത്തിനോടുള്ള അറപ്പും ഇപ്പോൾ ഇല്ല. ഈശോയുടെ പീഡാസഹനത്തിനുള്ള മുഴുവൻ ശക്തി ഈശോ പ്രാർത്ഥനയിലൂടെ ആർജിച്ചിട്ടുണ്ട്. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുക എന്ന് ഈശോ പഠിപ്പിച്ചത് ഈശോ തന്നെ കാണിച്ചു തരുന്നു. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിക്കുറിപ്പ് 309 മുതൽ 316 വരെയുള്ളതിൽ ഈശോയുടെ മരണവേളയിൽ വിശുദ്ധ ഫൗസ്റ്റീനയെ കണ്ടു. നീ എന്റെ മരണവേളയിൽ ആശ്വാസമായിരുന്നു എന്ന് പറയുന്നു. ഡയറിക്കുറിപ്പ് 445 മുതൽ 466 വരെയുള്ളതിൽ എന്റെ ചമ്മട്ടിയടി നിന്റെ ഹൃദയത്തിൽ ഏൽപ്പിച്ച മുറിവ് എന്റെ ഹൃദയത്തിന് ആശ്വാസമായിരിക്കുന്നു എന്ന് പറയുന്നു. ഡയറിക്കുറിപ്പ് 1056 മുതൽ 58 വരെ പറയുന്നത് ഒരു ദുഃഖവെള്ളിയെ പറ്റിയാണ്. എന്റെ നുറുക്കപ്പെട്ട ഹൃദയത്തിന് നീ ഉന്മേഷം പകരുന്നു, എന്റെ കഠിന വേദനയിൽ നീ ആശ്വാസമായിരുന്നു എന്ന് വിശുദ്ധ ഫൗസ്റ്റീനയോട് ഈശോ പറയുന്നു. ഈശോയുടെ സ്നേഹം തിരികെ നൽകിയില്ലെങ്കിൽ നമ്മൾ നമ്മെ തന്നെയാണ് ദ്രോഹിക്കുന്നതെന്നും ഒരു ആത്മാവ് എത്രത്തോളം ശരണപ്പെടുന്നോ അത്രത്തോളം സ്വീകരിക്കുന്നുവെന്നും ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് പറയുന്നു.
ഈശോയുടെ പീഡാനുഭവ ധ്യാനത്തിലൂടെ നമ്മളും ഈശോയുടെ പിന്നാലെ ആ ഇടുങ്ങിയ വഴിയിലൂടെ സ്വർഗത്തിലോട്ടുള്ള വഴിയിലൂടെയാണ് നടക്കുന്നത്. ആ വഴി അവസാനിക്കുന്നത് സ്വർഗത്തിൽ തന്നെയാണ്. ആ ഇടുങ്ങിയ വഴിയിലൂടെ ഈശോയെ സ്നേഹിച്ച് നമ്മുടെ കുരിശും വഹിച്ച് പ്രാർത്ഥനയോടെ ഈശോയെ പിന്തുടരാൻ ആ വഴിയെ ഏറ്റവും വ്യാകുലതയോടെ നടന്ന് പരിശുദ്ധ ദൈവമാതാവിനോട് നമുക്ക് മാധ്യസ്ഥം. നോമ്പ് നോമ്പ് വലിയ നോമ്പ്, നമ്മെ ദൈവമക്കളാക്കിനാൻ മനുഷ്യനായി പിറന്നവൻ കുരിശിലേറിയാകമായി ഓർത്തിടാമീ നോമ്പതിൽ. പാപത്തെ വെറുത്തിടാ, പുണ്യപാതെ പോയിടാ, നന്മകൾ ശീലിച്ചിടാ, യേശു മക്കളായിടാ.